والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين സ്നേഹ സമ്പന്നനായ ഈ മാനവ സൗഹാർദ്ദ സമ്മേളനത്തിന്റെ അധ്യക്ഷതയെ, ആദരണീയനായ നിങ്ങൾക്ക് പരിചയമുള്ള ഞാനിപ്പോൾ പരിചയപ്പെട്ട ഡിവൈഎസ്പി റസ്റ്റം സാർ അവർകളെ, സ്വാമിജി വിശാലാനന്ദ സ്വാമിജി അവർകളെ, ഈ മാനവ സൗഹാർദ്ദ സമ്മേളനത്തിൽ വളരെ സാഗൂതം, സത്യസന്ധമായി, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി ഈ സമ്മേളനത്തിൽ വന്നു ചേർന്നിട്ടുള്ള നല്ലവരായ, വ്യത്യസ്ത മതങ്ങളിലും ഇനി മതമില്ലാത്ത ചിന്തയുമായും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രപഞ്ചനാഥന്റെ ദാസന്മാരെ, ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമാണ്. നിങ്ങൾക്കറിയാം, ധൃതരാഷ്ട്രർ സഞ്ജയനെ മഹാഭാരത യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന രംഗം നിങ്ങൾക്കറിയാം. അവിടെ നടക്കുന്നതെല്ലാം ആ യുദ്ധം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ വിശദീകരിച്ചു കൊടുക്കാനാണ് സഞ്ജയനെ അയച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന രംഗം പ്രസിദ്ധമാണ്. ഇവിടെ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന വാചകം ശുമേ പരം വജ, അർജുന, ഞാൻ പറയുന്ന കാര്യങ്ങളെ നീ ശ്രദ്ധിച്ച് കേൾക്കണം. 18 അധ്യായം അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞത് തൊണ്ടതൊറാതെ വിഴുങ്ങാൻ ഞാൻ നിന്നോട് പറയുന്നില്ല, വിമർശനാത്മകമായി നീ അതിനെ നോക്കിക്കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രീരാമനെ കാട്ടിലയച്ചു. ചിത്രകൂടത്തിൽ വരുമ്പോ ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞു, വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. അല്ലയോ സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, അച്ഛനെ കൊല്ലും എന്നൊക്കെ നീ പറഞ്ഞല്ലോ. കാമവിവശനായ എന്റെ അച്ഛൻ ശ്രീരാമനോട് കാട്ടിൽ പോകാൻ പറഞ്ഞു അല്ലേ എന്നാണ് ചോദ്യം. എന്റെ അരയിൽ തൂക്കിയിരിക്കുന്ന വാള് അലങ്കാരത്തിനുള്ളതല്ല, അവനായിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനല്ല, ഞാൻ എന്റെ അച്ഛനെ കൊല്ലും എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോ ശ്രീരാമൻ ഒന്നും മിണ്ടിയില്ല. ചിത്രകൂടത്തിൽ വന്നപ്പോ ചോദിച്ചു, നീ ആരെപ്പറ്റിയാ പറഞ്ഞത്? അകാരണമായി ഒന്നിനെയും കൊല്ലരുത്, സംസാരനാശിനി ആയത് വിദ്യയും സംസാരകാരിണി ആയത് അവിദ്യയുമാണ്. കൊല്ലും നശിപ്പിക്കുമെന്നൊക്കെ നീ പറഞ്ഞല്ലോ, അത് അറിവില്ലായ്മയാണ്. നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും പറയുമായിരുന്നില്ല. അധികാരമല്ല പ്രധാനം, ധർമ്മമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായി സുമോർക്ക നീ. ഈ ഭോഗസുഖങ്ങളെല്ലാം നശിച്ചു പോകുന്ന മിന്നൽ പിണർ പോലെയാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നപ്പോൾ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഈ കാര്യങ്ങളൊക്കെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്?
18 അധ്യായമുള്ള ഭഗവത്ഗീത ഉണ്ടാകുന്നത് ഭീഷ്മപർവം 25-ാം അധ്യായമാണ്. അത് മുതൽ 42 വരെയുള്ള അധ്യായം, അതാണ് 18 അധ്യായം. ആ 18 അധ്യായം ഉണ്ടായത് അർജുനനോടൊരു വാചകം പറഞ്ഞിട്ടാണ്. അർജുന, ഞാൻ പറയണത് നീ ഫാദർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബഹുമാനനായ ഫാദർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബഹുമാനനായ ഫാദർ സാമുവൽ പാറവിള ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ സെമിറ്റിക് മതങ്ങളൊക്കെ അംഗീകരിക്കുന്നു. മോസസ് പ്രവാചകൻ, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം തുരിസീന പർവ്വതത്തിലെത്തി. ആ പർവ്വതത്തിലെത്തിയപ്പോ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞ വാചകം, മുസ, നിനക്ക് ദിവ്യബോധനം നൽകാൻ പോവുകയാണ്, ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. സ്വാമി വിവേകാനന്ദനെ സ്വാമിജി ഉദ്ധരിക്കുകയുണ്ടായി. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യമാണ്. വായിച്ചു വായിച്ച് തീരാത്ത അത്രയും കാര്യങ്ങളുണ്ടതിൽ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, വായിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പഠിച്ചവർ കുറവാണ് നമ്മുടെ നാട്. പഠിപ്പില്ലായ്മയാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുരന്തം. അറിവില്ലായ്മയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനോട് യോജിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ തുടക്കത്തിൽ ഇത് പറയുന്നത്, എന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. ഇത്രയും ഇനിയും നിങ്ങൾ തുറന്നു കേൾക്കും. ഇവിടെ എല്ലാ പ്രസംഗങ്ങളെയും ഞാനും സാബൂതം കേൾക്കുകയായിരുന്നു. എനിക്ക് ഹെഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഞാൻ കടലാസിൽ കുറിക്കുകയായിരുന്നു. അതെന്റെ മനസ്സാകുന്ന ഫയലുകളിലേക്കാണ്, അതെന്റെ മനസ്സിലേക്കാണ് അത് ഫയലായി രൂപപ്പെടുന്നത്. ദയവ് ചെയ്ത് പരമാവധി നിങ്ങൾ മൊബൈലും സൈലന്റ് ആക്കി വെക്കണം. സംഗീത കച്ചേരി അല്ല ഇത്, അല്ല ഇത്. വാദ്യോപകരണങ്ങളുടെ ബഹളമല്ല ഇത്. ശാന്തമായി ചിന്തിച്ച് കേൾക്കുന്നിടത്തെ, നേരത്തെ പറഞ്ഞുവല്ലോ, ശ്രീനാരായണ ഗുരു ചോദിച്ച ചോദ്യം അത്ഭുതകരമല്ലേ? ലോകത്ത് എത്ര പ്രബന്ധം എഴുതിയാലും തീരാത്തതല്ലേ? ഏത് ദിക്കിൽ നിന്നാണ് ഞാൻ വായു ശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഏത് ജാതിക്കാരന്റെ വായിലൂടെ പോയ മൂക്കിലൂടെ കടന്ന ഉച്ഛ്വാസവായുവിനെയാണ് ഞാൻ ശ്വസിച്ചെടുക്കേണ്ടത്? താഴ്ന്ന ജാതിക്കാരന് സെപ്പറേറ്റ് വായുണ്ടോ? അപാരമായ ഒരു ചിന്തയാണല്ലേ ഇത്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. സമ്പൂർണമായി ഇസ്ലാമിനെ സ്വീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇസ്ലാമിലൂടെ ഞാൻ അറിഞ്ഞ സത്യങ്ങളെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കൽ മാനവ സമൂഹത്തിന്റെ സൗഹാർദ്ദത്തിന് ഏറ്റവും അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സർവാധിനാഥനായ ലോകത്തിന്റെ നാഥൻ, നമ്മയൊക്കെ നിയന്ത്രിക്കുന്ന സർവശക്തൻ നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നൽകുമാറാകട്ടെ. ഒരു കാര്യമുണ്ട്, എന്തിന് ക്ഷേത്രത്തിൽ ഒരു മാനവ സൗഹാർദ്ദ സമ്മേളനം വെക്കണം? എന്തിന് സ്വാമിജി വരണം? എന്തിന് ഫാദർ വരണം? എന്തിന് താടി നീട്ടി ജുബ്ബയിട്ട് ഞാൻ എന്തിനിങ്ങോട്ട് വരണം? നമുക്ക് ചോദിക്കാം, എന്തിനു വരണം? എന്നും അകന്നു നിൽക്കാനാണല്ലേ നമുക്ക് ആഗ്രഹം. ഒരു വേദിയിലിരിക്കാൻ നമുക്ക് ആഗ്രഹമില്ല അല്ലേ? നമ്മുടെ വേദി, നിങ്ങൾ ആലോചിച്ചു, ഒരു വലിയ വിശാലമായ പൂന്തോട്ടം, അതിൽ പന്നീർ പുഷ്പം മാത്രമേ ഉള്ളൂ, അതും ഒരേ ടൈപ്പ്. ചെമ്പരിച്ചികൾ ഒരുപാടുണ്ട്, വ്യത്യസ്ത കളറുകൾ. എന്തൊരു മനോഹരമാണ്! ഒരു തോട്ടത്തിൽ ഒരേ ചെടി, വേറൊന്നില്ല. ആ തോട്ടത്തിന് എന്ത് മനോഹാരിതയുള്ളത്! ഈ രാജ്യം, സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ചെന്ന് പറഞ്ഞു, അരയാലില പോലെ അവരെ സ്പന്ദനം ചെയ്ത ജനതയെ നോക്കി പറഞ്ഞു, 30 വയസ്സായിരുന്നു അന്ന് വിവേകാനന്ദന്. ഇന്ത്യയെ പ്രതികരിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തുന്നത്. അത് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് 50-ൽ 45 മാർക്ക് മലയാളത്തിൽ നേടിയതാണ്. അന്ന് അക്കാലത്ത് ഇഷ്ടമായിരുന്നു വായിക്കാനും പഠിക്കാനും അറിയാനും. കിട്ടിയതെന്തിലും അബ്രഹാം ലിങ്കന്റെ കയ്യിൽ കിട്ടുന്ന പേപ്പർ വായിച്ച് പ്രസിഡന്റായ പോലെ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കലാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന തിരിച്ചറിവിൽ നിന്ന് വിവേകാനന്ദൻ അമേരിക്കയിൽ ചെല്ലുമ്പോ ആളുകൾ കളിയാക്കി. അമേരിക്കക്കാര് കൂട്ടുസൂട്ടുട്ട സായിപ്പ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതിനെ കളിയാക്കിയത്. കാശായ വസ്ത്രം ധരിച്ച് തലമുണ്ടനം ചെയ്ത് ഒരു 30-കാരൻ എന്നാണ് അവരുടെ മനസ്സ്. അവിടെ ഒരുപാട് ആളുകൾ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു സ്വാമിജി. സ്വാമി വിവേകാനന്ദന്റെ ഊഴമായപ്പോ
ആ ജനത ഇങ്ങനെ ഒരു പ്രത്യേകമായ അദ്ദേഹത്തെ പരിഹാസത്തോടുകൂടി നോക്കി കണ്ടപ്പോ വിവേകാനന്ദൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ, എന്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറയാൻ സാധിച്ചു? വെറുതെ പറഞ്ഞ കാര്യമല്ല അത്. ബാന്ധവാ മാനവ സർവേ സ്വദേശാഭുവനത്രയം. ബാന്ധവ മാനവ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്കൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരു കുടുംബത്തിലെ അച്ഛന്റെ അമ്മയുടെ മക്കളാണ് നിങ്ങൾ. അത് പഠിപ്പിക്കപ്പെട്ട നാടാ നമ്മുടെ നാട്. നീ വേറെ, ഞങ്ങള് വേറെ. നീ ഇവിടെ വരണ്ട, നീ അങ്ങോട്ട് പോണ്ട, നമ്മൾ മാത്രം. അതല്ല, നമ്മളെല്ലാവരും നമുക്കൊന്നാകണമെന്ന ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കും, അകന്നകന്ന് ഏറ്റവും കൂടുതൽ അടുത്ത ആ ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമ സങ്കല്പമുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അമേരിക്കയിലെ ഏതെങ്കിലും ഒരു പ്ലോട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമുക്കിവിടെ അറിയാം, നമ്മളിവിടെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സകലെയാണ്. തൊട്ട അയൽവാസി അമേരിക്കയിലല്ല, കയ്യെത്തുന്ന ദൂരത്താണ് അവന്റെ ജനൽ. പക്ഷെ അവൻ അറിയില്ല നമുക്ക് എന്തുകൊണ്ട് സംഭവിച്ചു. ഞാൻ നിങ്ങളെ ഈ വിഷയത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ജീവിതത്തിൽ സിനിമ കാണാറുണ്ട്, നമ്മൾ സംഗീതം ആലപിക്കാറുണ്ട്. എം ജെ യേശുദാസിനെ ഇവിടെ ഉദ്ധരിച്ചു. യേശുദാസ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് മടുത്തു, എന്റെ സംഗീത ജീവിതം ലോകത്തിനൊന്നും നൽകിയില്ലെന്ന് തിരിച്ചറിവാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്റെ പാട്ട് കേട്ട ഒരാളെ മദ്യപാനം നിർത്തിയോ? എന്റെ പാട്ട് കേട്ട ഒരാളെ വ്യഭിചാരം നിർത്തിയോ? എനിക്ക് കണ്ണ് തന്നിട്ട് ലോകത്ത് നടക്കുന്ന തിന്മകളെ കാണാനാവാത്ത ഒരു പാട്ടുകാരനാകാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ വാനപ്രസ്ഥത്തിന് പോകും. തിരിച്ചറിവാണ് മനുഷ്യന്. 75 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പറഞ്ഞൊരു വളരെ പ്രധാനമായ, ചിക്കാഗോയിൽ അനവധി സ്വീകരണങ്ങൾ കിട്ടി സ്വാമിജിക്ക്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, ഞാൻ വരുന്ന നാട് ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെപ്പോലെ, ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ, വിവിധ മതങ്ങളും വിവിധ ദർശനങ്ങളും വിവിധ തത്വങ്ങളും ഒന്നിച്ചു ചേർന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. നമ്മുടെ രാജ്യം, നമ്മൾ ഓരോരുത്തരുടെ അമ്മമാരുണ്ട്, എന്റെ പെങ്ങന്മാരുണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഒരു മതത്തിന്റെ പ്രഭാഷണം വേറൊരാൾ കേൾക്കില്ലേ? അവിടെ ക്ഷേത്രത്തിലെ ഉത്സവം സ്വാമിജി പ്രസംഗിക്കുന്നു, കേട്ടുകൂടെ? നമുക്ക് എന്താ പറയുന്നത്? എന്താ പറയുന്നത്? ഒരു മൗലവി പ്രസംഗിക്കുന്നു, എന്താണ് അയാൾക്ക് പറയാനുള്ളത്? കേൾക്കണ്ടേ ലോകം? ഇതാ വിശുദ്ധ ഖുർആൻ, ഇതാ വായിച്ചു നോക്കൂ, ഇതിലെവിടെയാണ് ന്യൂനത? നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഞങ്ങൾ തിരുത്താൻ സന്നദ്ധമാണ്. ഇതാ ഞങ്ങളുടെ കയ്യിൽ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, ചതുർവേദം, ഇതാ 108 ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ഈശാവാശുപനിഷത്ത്, ബൃഹദാരണ്യ ഉപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതോപനിഷത്ത്, ഇതെല്ലാം ഇതാ ഞങ്ങളുടെ കൈകളിൽ. ശ്രുതികൾ, സ്മൃതികൾ, ഇതാ വായിച്ചു നോക്കൂ, പഠിക്കൂ, മനസ്സിലാക്കൂ. വേദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അറിവ് എന്നാണ്. അറിവ്, എന്തിനെക്കുറിച്ചുള്ള അറിവ്? വളരെ പ്രധാനമാണ്. H2O, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകും. A² AB + B², മാത്തമാറ്റിക്സിന്റെ ബേസിക് തിയറിയും ഇതെല്ലാം പഠിക്കാം നമുക്ക്. പക്ഷെ വേദം പഠിപ്പിക്കുന്നത് ഇതാണോ? 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളം ഉണ്ടാവുന്നതാണോ? മനുഷ്യൻ ആരാണ് എന്ന തിരിച്ചറിവ് നൽകുകയാണ്. ആരാണ് മനുഷ്യൻ? മനുഷ്യൻ ആരല്ല, മനന സ്വഭാവമുള്ളവൻ മനുഷ്യൻ, ചിന്താഗുണമുള്ളവൻ മനുഷ്യൻ, കാര്യങ്ങളെ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ കഴിവുള്ളവൻ മനുഷ്യൻ. ഈ ഭൂമുഖത്ത് മനുഷ്യൻ വന്നിട്ട് എത്രയായി? ഇത് പ്രപഞ്ചോൽപ്പത്തി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് CH കുഞ്ഞികൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന സയൻസ് വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ പിക്ചറും ഫോൺ നമ്പറും ഒക്കെ ഇതിലുണ്ട്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം, ഭൂമിയിൽ മനുഷ്യർ പിറന്നു വീണിട്ട് 1,00,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ശരി, അതിനു മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യൻ പിറക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ടോ? പരിശോധിക്കാം നമുക്ക്. സൂര്യനും
സൗരയൂഥവും രൂപപ്പെട്ടിട്ട് 5 ബില്യൺ വർഷങ്ങളായി. നമ്മുടെ ഭൂമി, അതിലെ ജലാശയങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ട് 1 ബില്യൺ വർഷങ്ങളായി. ശരി, മനുഷ്യനോ? അന്നില്ല. മനുഷ്യനന്നില്ല. മനുഷ്യനില്ലാത്ത കാലത്ത് ഭൂമിയുണ്ട്, ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്. സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി പ്രപഞ്ചത്തിലെ ഹരിതാപമായ വസ്തുതകളെ നമുക്ക് കാണാം. ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിക്കുന്ന പ്രപഞ്ചത്തിലെ അനന്ത പരകോടി ജീവജാലങ്ങളെ. അതിനൊക്കെ ശേഷം മനുഷ്യനെ ഈ ഭൂമുഖത്ത് വന്നു. മനുഷ്യൻ വരുന്നതിന് മുമ്പ് പന്നീർ പുഷ്പം വിടർന്നു. പക്ഷെ ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ നീയത്രേ എന്ന് പറയാൻ കുമാരനാശാൻ ഉണ്ടായിരുന്നില്ല. വെള്ളത്തോളം നാരായണമേനോൻ ഉണ്ടായിരുന്നില്ല. ഇല്ല. കവികളില്ല, ഋഷീശ്വരന്മാരില്ല, മാമുനിവര്യന്മാരില്ല, ദേവാലയങ്ങളില്ല, ആരാധനാലയങ്ങളില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് സയൻസ്, അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് മതഗ്രന്ഥം. മനുഷ്യനില്ലാത്ത കാലം. ബാലനോട്, ഭാസ്കരനോട്, സുരേന്ദ്രനോട്, വേദിയിലിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ബഹുമാന്യനായ ആദരണീയനായ റസ്റ്റം സാറോട്, സ്വാമിജിയോട്, ഫാദറിനോട്, എന്നോട്, നമ്മളോട്, നമ്മളിൽ ഓരോരുത്തരോട്, 125 കോടി ഇന്ത്യൻ ജനങ്ങളോട്, അല്ല, ലോകത്തിലെ 714 കോടി മനുഷ്യരോട് ഒരേ സ്വരത്തിൽ നമുക്ക് ചോദിക്കാം, നമ്മളൊക്കെ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചിരുന്നുവല്ലോ, ചന്ദ്രന് നിലാവലകൾ ഉണ്ടായിരുന്നുവല്ലോ, ആകാശഭൂമികൾ നിലനിന്നിരുന്നുവല്ലോ, ഏകകോശ ജീവിയായ അമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെ ഈ ഭൂമുഖത്തുണ്ടായിരുന്നുവല്ലോ, രാവും പകലും മാറി മാറി വന്നിരുന്നുവല്ലോ, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. ആരാണ് അതിനെ നിയന്ത്രിച്ചത്? അപാരമായൊരു ചോദ്യമാണ്. ബല സുരേന്ദ്ര, നീയും ഞാനും അകന്നുപോയത് വ്യത്യസ്ത ദൈവവിശ്വാസത്തിന്റെ പേരിലാണ്. എന്റെ ദൈവം മഹത്വമാർന്ന ദൈവം, നിന്റെ ദൈവം മോശം. ഇത് മനുഷ്യനെ ഭിന്നിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സ്വാമിജി പറഞ്ഞൊരു വാക്കെന്നെ വല്ലാതെ ആകർഷിക്കുകയും അതോടൊപ്പം നമ്മൾ ഒന്നിച്ച് വേദനിക്കുകയും ചെയ്യുന്നു. എന്താ അത്? മതസൗഹാർദ്ദത്തെ പറ്റിയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കും. ഒരു കമ്മ്യൂണൽ റയോട്ട് നടന്നാൽ രാഷ്ട്രീയക്കാരും മതക്കാരും ഒരുമിച്ചുകൂടി എല്ലാവരും ആ സദസ്സ് തൽക്കാലം എല്ലായിടത്തും കേൾക്കും. വീണ്ടും നമ്മുടെ മനസ്സ് പഴയതുപോലെയാണ്, കുളത്തിലെ ചമ്മി നീക്കിയതുപോലെ. അപാരമാണ് ആ ചിന്ത. പക്ഷേ ആത്യന്തികമായി സമാധാനം ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം, ഒന്നിച്ചൊരുമയോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ ടെക്നോളജികളും ഡെവലപ്പ് ചെയ്ത് ഈ കാലത്തും ഇതൊന്നുമില്ലാത്ത കാലത്ത് ഗാന്ധിജി, ബാലഗംഗാധര തിലക്, വല്ലഭായ് പട്ടേൽ, ആസാദ്, അബുൽ കലാം ആസാദ്, അൻസാരി, അൽ മദനി ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കിയ ഭക്ഷണം ഗാന്ധിജിക്ക് ഹൃദ്യമായിരുന്നു. ഗാന്ധിജി പറയുമായിരുന്നു, എനിക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ തരുന്ന ഭക്ഷണം അമൃതാണ്, ഞാനത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. സ്നേഹമായിരുന്നു. അവർ വ്യത്യസ്ത മതത്തിൽ ജീവിച്ചവരായിരുന്നു. ഒരു ഉദാഹരണം പറയാം. ഞാൻ മഹാത്മാഗാന്ധിയുടെ ഒരു കൊട്ടേഷൻ വായിച്ച് കേൾപ്പിച്ചു തരാം, ഒരു വാചകം വായിച്ച് കേൾപ്പിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. മഹാത്മാഗാന്ധി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ മഹാനാണ്. മഹാത്മാഗാന്ധി ജീവിതത്തിൽ പറഞ്ഞ ഒരു വാചകം വളരെ സവിശേഷമാണ്. എന്താണ് മഹാത്മാഗാന്ധി അവിടെ പറഞ്ഞത്? മഹാത്മാഗാന്ധി പറയണേ, ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവായി എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കതിന് പറയാനുള്ള ഇന്ത്യയിൽ 1927 ഒക്ടോബർ 20 മഹാത്മാഗാന്ധി ഇത് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവായത്? ഗാന്ധിജി പറയുന്ന വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കൽപ്പിക്കുകയാണ്. എന്റെ വാചകമായ ഒരു അക്ഷരവും വരരുത് എന്ന സത്യസന്ധതയോടെ. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതിനാലും പാരമ്പര്യത്തിന്റെ സ്വാധീനത്തിൽ വിശ്വസിക്കുന്നതിനാലും ഞാനൊരു ഹിന്ദുവായി തീർന്നു. എന്റെ ആധ്യാത്മിക വളർച്ചയുമായോ ധാർമ്മിക ബോധവുമായോ അതെപ്പോൾ പൊരുത്തപ്പെടുന്നില്ലെന്ന് എനിക്ക് തോന്നിയോ, എന്നെ നല്ലൊരു പൗരനാക്കുന്നതിൽ എന്റെ മതം പരാജയപ്പെട്ടാൽ, എന്നെ നല്ലത് ചിന്തിക്കുന്നതിൽ നിന്ന് എന്റെ മതം എന്നെ തടഞ്ഞാൽ, ഞാൻ ഹിന്ദു മതം ഉപേക്ഷിക്കും, ഞാൻ ത്യജിക്കും. നമുക്ക് ആലോചിക്കാവുന്ന ചിന്തയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഗാന്ധിജി ചിന്തിച്ച അപാരമായ ചിന്തകളാണ് ഞാൻ പറയുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ശാന്തിയിലും
സൗഹാർദ്ദത്തിലും ഒരുമയോടെ ജീവിക്കാൻ പഠിക്കണം. അത് പഠിക്കേണ്ടതാണ്, ശരിക്കും പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് അപാരമാണ്. അല്ലെങ്കിൽ അതിനായുള്ള ശ്രമത്തിൽ ഞാൻ ജീവൻ വെടിയേണ്ടി വരും, എനിക്ക് മരിക്കേണ്ടി വരും. ഗാന്ധിജിക്ക് അത് സംഭവിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഏത് മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും മറ്റുള്ളവരെ ആദരിക്കാൻ നമുക്ക് കഴിയുമോ? ബഹുമാനിക്കാൻ കഴിയുമോ? അത് വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ചിന്ത, നമ്മൾ ഈ നാട്ടിൽ, എന്റെ വീട് നിലനിൽക്കുന്ന സ്ഥലം അനവധി ക്ഷേത്ര സമുച്ചയങ്ങളുള്ള ഒരു നാട്ടിലാണ്. ഞാൻ ഇന്നലെ എന്റെ നാട്ടിലായിരുന്നു, ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിലായിരുന്നു. അവിടെ നിങ്ങൾ കേട്ട ഒരു സ്വാമിജിയുണ്ട്, സ്വാമി ചിദാനന്ദപുരി. അദ്ദേഹം വർഷങ്ങളായി ഞങ്ങളുടെ നാട്ടിൽ ക്ലാസ് എടുക്കുന്നു. മുസ്ലിമീങ്ങളെയും ക്ഷണിക്കും, ക്രിസ്ത്യാനികളെയും ക്ഷണിക്കും, വിവിധ മതക്കാരെയൊക്കെ അവിടെ ക്ഷണിക്കാറുണ്ട്. ഈയിടെ 250-ലധികം പ്രോഗ്രാമുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ മത സമൂഹത്തിലെയും ആളുകളെയും രാഷ്ട്രീയക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്. എന്തിന്? നമ്മൾ അകന്നകന്നു പോയാൽ, ഈ രാജ്യം ശൈഥില്യത്തിലെത്തിയാൽ, ഏതെങ്കിലും ഒരമ്മക്ക് ഈ നാട്ടിൽ നടന്ന കലാപം കൊണ്ട് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നാട്ടിൽ ബോംബ് പൊട്ടിയിട്ട് എനിക്കും നിങ്ങൾക്കും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? സ്വന്തം മകൻ നശിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് അമ്മയുടെ കണ്ണുനീരിന്റെ വിലാപങ്ങൾക്ക് ആര് മറുപടി നൽകും? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവ്വലോകങ്ങളിലെയും സർവചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രത്യാശിച്ച, പ്രാർത്ഥിച്ച, ആശംസിച്ച, പ്രശംസിച്ച നമ്മുടെ നാട്, ഇതര നാടും തമ്മിൽ പരിശോധിക്കുമ്പോൾ അനവധി സ്വരച്ചേർച്ചകൾ ഇവിടെയുണ്ട്. സ്വരച്ചേർച്ചകൾ ഇല്ലായ്മ സൃഷ്ടിക്കുന്നതാര് എന്ന് സ്വാമിജി പോലും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും ആ തത്വത്തിൽ അത് അംഗീകരിക്കുന്നു. നമുക്ക് ആലോചിക്കാനുള്ള ചില പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. എന്റെ ബാപ്പ നല്ലൊരു ഭക്തനായിരുന്നു. പിടിപിടി എഞ്ചിനീയർ ആയിരിക്കെ തന്നെ ഭക്തനായി. എനിക്ക് ഖുർആൻ ഓതി തന്നു. ഞാൻ എന്റെ ഉപ്പയിൽ നിന്ന് മതം പഠിച്ചു. എന്റെ ഉപ്പയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. കക്കയം ഡാം സൈറ്റിൽ ഹൈന്ദവരായിരുന്നു. നല്ല സുഹൃത്തുക്കളുടെ കൂടെ ജീവിച്ച് പരിചയിച്ച് എല്ലാ മതസമൂഹവുമായുള്ള ബന്ധം ഖുർആനിൽ നിന്ന് പഠിച്ച് എന്റെ ഉപ്പ അതിന്റെ ബാലപാഠങ്ങൾ എനിക്ക് പകർന്നു തന്നു. എന്റെ വൈജ്ഞാനിക പുരോഗതിയുടെ കടപ്പാടുകളെ എന്റെ പിതാവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഈ സദസ്സിൽ. ഇന്നും ജീവിച്ചിരിപ്പുള്ള, ഇങ്ങോട്ട് വരുമ്പോൾ മോനെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിന്റെ സംസാരം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്നെ അഭിനന്ദിച്ച് എന്നെ സന്തോഷിപ്പിച്ചു വിട്ട എന്റെ പിതാവിനെ ഓർത്തുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊന്നാകണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഭിന്നമാണ്. നമ്മൾ ഒന്നായിരുന്നുവോ? നമ്മളൊരു തറവാട്ടിലെ അംഗങ്ങളായിരുന്നുവോ? ആയിരുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിങ്ങനെ ഇവിടെ ഈ പറഞ്ഞ ഊടുവഴികൾ താണ്ടി നടക്കുകയാണ്. ഗർഭാപ്പസി തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. ഏത് തറവാട്? ആദി ദ്രാവിഡന്മാരുടെയും ആര്യന്മാരുടെയും അതിനു മുമ്പ് ഈ ലോകത്ത് വന്ന മനുഷ്യരുടെയും ഈ ലോകത്തിലെ ആദ്യത്തെ അച്ഛൻ, ആദ്യത്തെ അമ്മ ഈ ഭൂമുഖത്തേക്ക് വന്നു. നമ്മൾ അവരിലേക്ക് മടങ്ങുകയാണ്, അവരുടെ തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. ആർക്കെതിരെ അഭിപ്രായമില്ല, ആർക്കെതിരെ അഭിപ്രായമില്ലാത്തൊരു തത്വം. ആദ്യത്തെ നമ്മുടെ അച്ഛനും അമ്മയുമാരാൻ, അവരിൽ നിന്നാണ് ഈ മനുഷ്യകുലത്തിന്റെ തുടക്കം. യാ യുവന്നാസ്, അതിന്റെ അർത്ഥം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷത്തിന് അറിയില്ല. യാ യുവന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മുസ്ലിങ്ങളെ എന്നല്ല, അല്ലയോ പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്രരെ അല്ല, അല്ലയോ മനുഷ്യരെ, മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളൊക്കെ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ. വജഅൽനാകും ശൂബൻ വകബായില ലിതആറഫു, നിങ്ങൾ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്. ശണ്ട കൂടാനല്ല, ആക്രമിക്കാനല്ല, വാളുന്താനല്ല, ആയുധമെടുക്കാനല്ല, AK-47 നിന്ന് ഉണ്ടകൾ തീർക്കാനല്ല, പിഞ്ചു പൈതലിന്റെ വായിലേക്ക്
കടാര കുത്തിക്കേറ്റാനല്ല, നിങ്ങൾ ഒന്നാകാൻ, നിങ്ങൾ ഒന്നായി ചേരാൻ. എന്നിട്ട് ഖുർആൻ 49 അധ്യായം 13 വചനത്തിൽ പിന്നെ പറയുന്നതറിയോ? നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ദൈവത്തിന് ഏറ്റവും ഇഷ്ടം വെളുത്തവനാണെന്നല്ല, കറുച്ചവനാണെന്നല്ല, വ്യത്യസ്ത ജാതിയിലുള്ളവനാണെന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്തനായി ജീവിക്കുന്നവനാരോ അവനാണ്, നിരുപദ്രവകാരിയായവനാരോ അവനാണ്, മനുഷ്യർക്ക് ഉപദ്രവമില്ലാതെ ജീവിച്ചവനാരോ അവനാണ്, ലോകത്തിന് സമാധാനം നൽകിയവനാരോ അവനാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു വാചകമുണ്ട്. ഞാൻ ഇസ്ലാമിനെ പ്രതികരിക്കുന്നത് കൊണ്ട് ഇന്നേറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതവും സമൂഹവും ഇസ്ലാമും മുസ്ലിങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞാൽ അതിനെ എതിർക്കാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇസ്ലാം എന്തല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അവിടെയാണ് പ്രശ്നം. നാമധാരികൾ ലോകത്ത് പലതും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആലോചിക്കാവുന്നതാണ്. ലോകത്ത് നടന്നിട്ടുള്ള മൊത്തത്തിലുള്ള മനുഷ്യ ചരിത്രത്തിലെ കലാപങ്ങളും ഭീകരതയും നമ്മൾ ചിന്തിച്ചാൽ, റഷ്യൻ വിപ്ലവം നടന്നു, ലോകത്ത് ഫ്രഞ്ച് വിപ്ലവങ്ങൾ നടന്നു, 2 ലോക മഹായുദ്ധങ്ങൾ നടന്നു. ട്രൂമാൻ എന്ന ക്രിസ്തുമതത്തിൽ വിശ്വസിച്ച ട്രൂമാൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ്, ജൂതനായ ആൽബർട്ട് ഐൻസ്റ്റീൻ, E=mc² എന്ന സൂത്രവാക്യം ലോകത്തിൽ നൽകിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി ബുദ്ധഭിക്ഷുക്കളെ കൊന്നൊടുക്കി ചാമ്പലാക്കി. മതാണോ അത്? അത് മതമാണ്. അഥവാ ആനക്ക് മതളകി എന്ന് പറയുന്ന മൈദയുടെ തത്തമ്മ എന്ന് പറയുന്ന തായല്ല. മതത്തിന്റെ ഒന്നും നമ്മൾ മതത്തോട് ചേർത്ത് പറയരുത്. കാരണം എല്ലാ മതങ്ങളുടെയും അന്തരമായി നിൽക്കുന്ന സത്ത ഒന്നാണ് എന്നിവിടെ പറയുകയുണ്ടായി. ആലോചിക്കാനും ചിന്തിക്കാനും ഞാൻ ചില പോയിന്റുകൾ അവതരിപ്പിക്കുകയാണ്. ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുകയാണ്, ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു, പഠിച്ചോ? ഋഗ്വേദം കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? വായിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ എന്റെ യുവാക്കളോട്, ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കളോട്, മക്കളോട്, സ്കൂളിൽ പഠിക്കുന്നവരോട്, ഫോണിൽ എത്ര സമയമാണ് ചെലവഴിക്കുന്നത്? രാവിലെ ദിനപത്രങ്ങൾ വരും, നമുക്ക് ഇഷ്ടപ്പെട്ട ദിനപത്രങ്ങൾ. ആ പത്രങ്ങളുടെ 1-ാം പേജ് മുതൽ അവസാനം വരെ വായിക്കുന്നവർ, അതിന്റെ സ്പോർട്സ് പേജ് മാത്രം വായിക്കുന്നവർ, അതിന്റെ സിനിമാ പേജ് വായിക്കുന്നവർ, അതിന്റെ വാണിജ്യ പേജ് വായിക്കുന്നവർ, അതിന്റെ ജില്ലാതലം വായിക്കുന്നവർ, അതിന്റെ സ്റ്റേറ്റ് വായിക്കുന്നവർ, അതിന്റെ ലോകരാജ്യ വാർത്തകൾ വായിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തരാണ് എല്ലാവരും. ഡെയിലി പത്രം വായിക്കുന്നത് പോലെ, ഡെയിലി പല്ല് തേക്കുന്ന പോലെ, അതിനേക്കാൾ സത്യസന്ധമായും ആത്മാർത്ഥമായും മതം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊന്നുമല്ല ലോകത്തിന്റെ അവസ്ഥ. അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? യുദ്ധമില്ലാത്ത ഭൂമി. രാമൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? രമ്യത ഉണ്ടാക്കുന്നവൻ. രണ്ടാളുകൾക്കിടയിൽ ശണ്ട ഉണ്ടായാൽ രമ്യത ഉണ്ടാക്കുന്നവൻ. ശ്രീരാമൻ എന്ന് കേട്ടാൽ മുസ്ലിങ്ങൾക്ക് പേടിയുണ്ടോ? മുഹമ്മദ് നബി എന്ന് കേട്ടാൽ ഇവിടെയുള്ള മറ്റു മതക്കാർക്ക് പേടിയുണ്ടോ? എങ്കിൽ എവിടെയോ നമുക്ക് തകരാറുകളുണ്ട്. ആചാര്യന്മാരെ നേരത്തെ സ്വാമിജി ഇവിടെ ചൊല്ലിയ ആദ്യവാചകം കരുണാവാൻ നബി മണിമുക്തരത്നമോ എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ മഹചരിതമാലയിലൂടെ നമ്മൾ വായിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. അവരുടെ ആശ്രമങ്ങളിൽ പോകാൻ എനിക്ക് അവസരമുണ്ടായി. മാവേലിക്കരയിലും പരിസരങ്ങളിലുമൊക്കെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഗുരുസമാധിയുടെ പ്രദേശത്ത് ആലുവയിൽ പോലും എനിക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ടായി. ശിവഗിരിയിൽ പോലും എനിക്ക് ചാൻസ് ഉണ്ടായി. ഏതോ കാരണം കൊണ്ട് അത് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഞാനത് പറയുന്നത് ഒരു വളച്ചുകെട്ടുമില്ലാതെ പറയുന്നത്, തെറ്റായ റൂട്ടിലൂടെ സഞ്ചരിച്ചപ്പോ ആരും അത് തിരുത്തിയില്ല. മോനെ, ഈ റൂട്ട് ക്ലിയർ അല്ല, മകളെ ഈ റൂട്ട് ക്ലിയർ അല്ല, മതവിശ്വാസികളെ ഈ റൂട്ട് ക്ലിയർ അല്ല, ഇത് അബദ്ധമാണെന്ന് പറഞ്ഞാൽ അവൻ വർഗീയവാദിയായി ചിത്രീകരിക്കുകയാണ് ലോകം. അവിടെയാണ് തെളിവുകൾക്കാണ് പ്രധാനം. ബ്രിങ് ദ എവിഡൻസ്, ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങളുടെ വേദത്തിൽ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ എന്നൊരാൾ പറയാ. അമുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ ഖുർആൻ പറയുന്നു എന്ന് ഈ ഡിസംബറിൽ 2014 ഡിസംബറിൽ ഒരു വീക്കിലിയിൽ, ആ വീക്കിലി എന്റെ കയ്യിലുണ്ട്, അതെഴുതി കണ്ടു. തീർച്ചയായും അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ തെറ്റിദ്ധാരണകൾ തിരുത്തിയാലേ നമ്മൾ നന്നാവും. അതിന് ഈ സമ്മേളനങ്ങൾ അനിവാര്യമാണ്.
എനിക്കറിയാം, ഞാൻ പങ്കെടുത്ത എല്ലാ ക്ഷേത്രങ്ങളിലും ആളുകൾ പിന്നീട് നല്ല നാദാപുരം പാറക്കടവിലായിരുന്നു കഴിഞ്ഞ ആഴ്ച. പാറക്കടവ് എന്ന് പറയുന്ന പ്രദേശം സാമുദായിക സംഘർഷങ്ങളൊന്നും പരസ്പരം മിണ്ടാത്ത ഒരവസ്ഥാ ഭാഗത്തുണ്ട്. എല്ലാവർക്കും അറിയാം. വളയത്ത് പോയി എല്ലാ മതവിശ്വാസികളെയും പങ്കെടുപ്പിച്ച് നമ്മൾ സമ്മേളനം വെച്ചു. BJP, RSS, ബജ്രംഗ് ദൾ, CPM, കോൺഗ്രസ്, ജനതാദൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാവരെയും പങ്കെടുപ്പിച്ചു. ഇപ്പൊ അവിടെ ഒരു ക്ഷേത്രത്തിൽ എന്നെ ക്ഷണിച്ചു, മണികണ്ഠ മഠം ക്ഷേത്രത്തിൽ. അവിടുത്തെ സംസാരം, പിറ്റേന്ന് രാവിലെ അവിടുത്തെ പല വീട്ടിലുള്ളവരും ആ വീട് തൊട്ടടുത്തുള്ള വീട്ടിൽ പോയില്ല, അവർ പോകാറില്ല. പക്ഷെ അവരെല്ലാവരും മാപ്പാക്കണം, ക്ഷമിക്കണം, നമ്മൾ അകലത്തിലായിരുന്നു, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല മതം എന്താണ്, നമ്മൾ തല്ലേണ്ടവരല്ല, ഒന്നാകേണ്ടവരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സഹോദരാ, ഈ മാനവ മൈത്രി സമ്മേളനം ഇനിയും നിങ്ങൾ തുടരണം. നാളെ വേറൊരാളെയാകാം, DSPയോ ഞാനോ സ്വാമിജിയോ ഫാദറോ നാളെ ജീവിച്ചിരുന്നു കൊള്ളണം എന്നില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഖുർആനിന്റെ 31-ാം അധ്യായം 34-ാമത്തെ വചനം. നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഒരാൾക്ക് പറയാൻ കഴിയില്ല. എവിടെ വെച്ച് നിങ്ങൾ മരിക്കും അതും നിങ്ങൾക്ക് പറയാനാവില്ല. അതെല്ലാം അറിയുന്നത് സർവശക്തനാണ്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയും, മതഗ്രന്ഥങ്ങൾ പഠിക്കാത്തതാണ് നമ്മുടെ കുഴപ്പം. മതഗ്രന്ഥങ്ങളുടെ ഉള്ള് എന്താണ് ശത്രുക്കൾ എഴുതി വെച്ചതാണ് നമ്മൾ പലപ്പോഴും വായിച്ചത്. ഞാനതിനൊരു സംഭവം പറയാം. ഞങ്ങൾ കേരളത്തിലെ മുജാഹിദുകൾ, സലഫികൾ, ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തിലെ ഒരു പ്രബോധകനാണ് ഞാൻ. സലഫി പള്ളി ഇവിടെ കാണാം, കൊല്ലായിൽ. എന്താണ് സലഫ്? പൂർവികരുടെ തത്വങ്ങൾ സ്വീകരിക്കുന്നവർ. ഈ സലഫി കൂട്ടായ്മയിലെ ഞങ്ങൾ ഒരുപാട് സമ്മേളനങ്ങൾ വെച്ചു. അതിലൊരു വലിയ സമ്മേളനത്തിൽ സ്വാമിജി ഉണ്ടായിരുന്നു, പള്ളിയിലച്ചുണ്ടായിരുന്നു, എല്ലാ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൽ സ്വാമിജി പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഞങ്ങൾ പറഞ്ഞിരുന്നു, മനസ്സിലുള്ളത് നിങ്ങൾ പറയണം. നമ്മുടെ മനസ്സിലൊന്നും പുറത്തു വേറൊന്നും ആകാൻ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ്. അതുണ്ടാവരുത്. ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചു പോയിട്ട് ഹിന്ദുക്കൾക്കെതിരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ സത്യസന്ധനല്ല, എന്നെ ദൈവം ശിക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ ഇവിടെ ഇരുന്ന് ഫാദറുമായി എന്റെ സ്നേഹം പങ്കുവെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ തോന്നിയാസം പറയുകയാണെങ്കിൽ ഞാൻ കള്ളനാണ്, സത്യസന്ധനല്ല എന്നാണ് എന്റെ ധാരണ. നിങ്ങളും അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്ക് ലോകോത്തരമാണ്, വിശ്വോത്തരമാണ്. നമ്മളതാകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി പറഞ്ഞതും അതാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. എന്നിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, നിങ്ങളത് അനുധാവനം ചെയ്യേണ്ടവരാണ്. അതനുധാവനം ചെയ്താൽ ഇല്ല, ഒരു ഉറുമ്പിനെ കൊല്ലാൻ കഴിയില്ല. അതനുധാവനം ചെയ്താൽ ഒരു കുഞ്ഞിനെ കൊല്ലാൻ കഴിയില്ല. അതനുധാവനം ചെയ്താൽ ഒരാളെയും നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. കാരണം ഈ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്തായിരിക്കണം എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഒരു സംഗീത കച്ചേരി നടക്കുന്നു എന്ന് വിചാരിച്ചോ, ഇതേ സമയത്ത് ആണും പെണ്ണും ഇടകലർന്ന് ആടിപ്പാടി തൊട്ടും മിരുന്നും എല്ലാ സദസ്സുകളിലും അങ്ങനെയും ഒന്നും നമുക്ക് അവസാനം നമ്മളിപ്പോ ചോദിക്കാൻ, അച്ഛൻ മകൻ വന്നു ചോദിച്ചു, മോനെ സംഗീതം കേട്ടു, കള്ളുകുടി നിർത്താമെന്ന് നീ തീരുമാനിച്ചോ? ഉണ്ടാവില്ല. ബാപ്പ ചോദിച്ചു, മോനെ നീ നേർച്ചക്ക് പോയില്ലേ? അതെ. ഇനി മയക്കുമരുന്നുമായി ബന്ധപ്പെടില്ല എന്ന് തീരുമാനിച്ചോ? ഇല്ല. കാരണം മയക്കുമരുന്നിന്റെ അപകടം അവിടെ പ്രസംഗിച്ചിട്ടില്ല, അവിടെ പാടുകയായിരുന്നു, ഒന്നും കിട്ടിയില്ല. മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, അതിന് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഉണ്ടാകണം. ആ പ്രഭാഷണങ്ങളാണ് മനുഷ്യരെ നന്നാക്കുക. ചാനലുകളിൽ എത്ര സ്വാമിജിമാരുടെ പ്രസംഗമുണ്ട്, എത്ര ഫാദർമാരുടെ പ്രസംഗമുണ്ട്, എത്ര മതപണ്ഡിതന്മാരുടെ പ്രസംഗമുണ്ട്. കേൾക്കാൻ സമയമില്ല. അവസാനം ദൈവം നമ്മൾ വിളിച്ചു കൊണ്ടുപോകുമ്പോ, ദൈവേ ഞങ്ങളൊന്ന് തിരിച്ചുവിട്ടേക്ക്, ഒന്ന് പഠിച്ചോട്ടെ എന്ന് പറയാൻ നമുക്ക് അവസരമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മഹാസമ്മേളനത്തിൽ മനസ്സിലുള്ളത് സ്വാമിജി തുറന്നു പറഞ്ഞു. ഇസ്ലാം നല്ല മതമാണ്, മുസ്ലിങ്ങൾ നല്ലവരാണ്, മുസ്ലിങ്ങളിൽ എല്ലാവരും കുഴപ്പക്കാരല്ല. പക്ഷേ അമുസ്ലിങ്ങളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ ഖുർആൻ പറയുന്നുണ്ട് എന്ന് സ്വാമിജി പറഞ്ഞു. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ആ വാചകം സ്വാമിജി പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത് അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഒരുപാട് വർഷമായിട്ട് ഖുർആൻ ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെ ഒരു വാചകം തെരഞ്ഞെടുക്കുകയായിരുന്നു. ശത്രുക്കളെ എഴുതിയതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ
എന്നറിയാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു. ഇതാ സ്വാമിജി പറഞ്ഞിരിക്കുന്നു അങ്ങനെയുണ്ട്. സ്വാമിജി ഇരുന്നപ്പോ എന്റെ ഊഴമായിരുന്നു. ഞാൻ പറഞ്ഞു, ബഹുമാനനായ സ്വാമിജിയുടെ പക്ഷേ തിരക്ക് കാരണം പോയേക്കാം. സ്വാമിജി, ഞാൻ ഒരുപാട് കാലം അന്വേഷിച്ചു നടക്കുകയായിരുന്നു അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ പറയുന്ന ഖുർആന്റെ വാചകം. കാരണം അങ്ങനെ ഒരു വാചകം ഖുർആൻ ഉണ്ടെങ്കിൽ അത് വലിച്ചെറിയാനും അതിനെതിരെ പ്രസംഗിക്കാനും സന്നദ്ധതയുള്ള ഒരു മനസ്സുമായാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് സ്വാമിജി എനിക്ക് ആ വാചകം കാണിച്ചു തരണം. സ്വാമിജി, ഞാൻ ആ വിഷയത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഇരുന്നപ്പോൾ സ്വാമിജി പറഞ്ഞു, ഞാൻ നേരത്തെ പോകേണ്ടതായിരുന്നു. താങ്കളുടെ വിശദീകരണം എന്നെ പിടിച്ചിരുത്തി. ഇനി എനിക്ക് 2 മിനിറ്റ് അവസരം തരണം. ഞാൻ ബഹുമാനപുരസരം പറഞ്ഞു, ആയിക്കൊള്ളൂ സ്വാമിജി, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. സ്വാമിജി പറഞ്ഞു, എന്നോട് ഈ സദസ്സ് ക്ഷമിക്കണം. ഖുർആനിൽ അങ്ങനെ ഒരു വാചകം ഞാൻ നേരിട്ട് കണ്ടിട്ടേയില്ല. വലിയ ബുദ്ധിജീവികളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. അവരെ അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ക്ഷമിക്കണം, അങ്ങനെ ഒരു വാചകമില്ലെന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ പഠിക്കാം എന്ന് പറഞ്ഞു സ്വാമിജി. ഇതാണ് നമ്മുടെ മനസ്സ്, ഇതാവണം നമ്മുടെ മനസ്സ്. തെറ്റുപറ്റി എന്നറിഞ്ഞാൽ തിരുത്തുക. ഇനി ഞാൻ നിങ്ങളോടും പറയണം, ഞാൻ ഇന്ന് വരുമ്പോ 2 പ്രസിദ്ധീകരണങ്ങൾ, ഏറ്റവും തലയുറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇറക്കുന്ന 2 പുസ്തകങ്ങൾ വായിച്ചു. ആ 2 ലേഖനങ്ങളിലും പാകിസ്ഥാനിൽ നേരത്തെ പറഞ്ഞ കുട്ടികളെ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു, താലിബാനെ കുറിച്ച് പറഞ്ഞു, പല ബോംബാക്രമണങ്ങളെ കുറിച്ചും പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, ഇതെല്ലാം എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കാരെങ്കിലും മനസ്സിലാക്കിയോ? അതവരുടെ ഖുർആൻ പഠിപ്പിച്ചതാണ് കുട്ടികളെ കൊല്ലാൻ. എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ക്ഷേത്രത്തിൽ വരുന്നവരെ എനിക്കൊന്നും സംഭവിക്കരുതേ. ഇത് വിശദീകരിച്ചില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും, നമ്മൾ അകലും. നമ്മൾ അകലാതിരിക്കാനാണ് ഈ സമ്മേളനം. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഖുർആൻ ഞങ്ങൾ ഫ്രീ ആയി നിങ്ങൾക്ക് തരും. നിങ്ങളിൽ ആരാവശ്യപ്പെട്ടാലും, ഇവിടെ ഇരിക്കുന്ന ആര് അമുസ്ലിങ്ങളായ ആളുകൾ, ഇസ്ലാമിനെ പറ്റി അറിയാത്ത ആരായാലും 2 വർഷക്കാലം നിങ്ങളത് പഠിച്ചോളൂ. അത്രയും ദൈർഘ്യമേറിയ കാലം. ഏതെങ്കിലും ഒരു വാചകം മാനവ സമൂഹത്തിന് പറ്റാത്തതായി ഖുർആനിൽ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഞങ്ങൾ ആ വാചകം എതിർക്കുകയും ദാ ഖുർആനിൽ ഇന്ന് ന്യൂനതയുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 42 വയസ്സായി എനിക്ക് ഏറ്റവും കൂടുതൽ മതം പഠിപ്പിച്ചെന്ന ഒരു വിഭാഗം ഇവിടുത്തെ അമുസ്ലിങ്ങളിൽപ്പെട്ട അധ്യാപകരാണ്. ഞാൻ മലയാളത്തിനായിരുന്നു ഡിഗ്രി വരെ. അവിടെയൊക്കെ എനിക്ക് വർമ്മ സാർ, അതുപോലെ നമ്പൂരി സാർ, ഒരുപാട് ആളുകൾ, ഒരുപാട് അധ്യാപകർ. ബാലമാഷാണ് എനിക്ക് ആദ്യത്തിലെ ഹൈന്ദവ മതത്തെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് പ്രചോദനം നൽകി. വായിക്കുകയായിരുന്നു. എന്റെ താല്പര്യത്തെ അദ്ദേഹം ഇഷ്ടപ്പെടുകയും എന്നെ വിഷയത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. മരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തിന്റെ ചിതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് മതം എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന മതം ഇതാണ്, അത് ഇന്നതാണ്, അത് നിങ്ങളെ അറിയിക്കണം, അതെന്റെ ബാധ്യതയാണ്. ഞാനത് ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു അവിടെ ഇരുന്നപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. സഹോദരങ്ങളെ, നമുക്ക് പഠിക്കാം. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നൊരു വാചകമില്ല. ഇല്ല 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 ഇല്ല. ഒരിക്കലും നിരപരാധിയെ കൊല്ലണം എന്ന് ഖുർആനിലില്ല. പിന്നെ ഖുർആനിൽ എന്താ ഉള്ളത്? ഖുർആനിൽ എന്തോ അല്ലാതെ അങ്ങനെ പറയൂ. ഖുർആനിലുണ്ട്, എന്താ ഉള്ളത്? കറക്റ്റ്. ഞാൻ നിങ്ങൾക്ക് ഖുർആന്റെ അധ്യായ നമ്പർ പറഞ്ഞുതരും. കടലാസോ പേനയോ കിട്ടിയോ നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഞാൻ പറയുന്ന വാചകം ഖുർആനിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് അധ്യായവും വചനവും പറയാം. നിങ്ങൾക്ക് ഏത് ട്രാൻസ്ലേഷനും, ഇംഗ്ലീഷിലോ ഉറുദുവിലോ മലയാളത്തിലോ വേറെ പല ഭാഷകളിലും ഖുർആനിന്റെ പരിഭാഷ ലോകത്തിൽ ലഭ്യമാണ്. ഖുർആനിൽ എന്താ പറഞ്ഞത് നമുക്ക് പരിശോധിക്കാം. എന്താണ് ആ സംഭവം? നിങ്ങൾക്കറിയാം, ഭഗവത്ഗീതയുടെ തുടക്കം തന്നെ എന്താ? യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് ഇതെന്തിനാ പറയുന്ന അറിയോ? ഒരു മതഗ്രന്ഥത്തിൽ യുദ്ധത്തെപ്പറ്റി പറയുന്നു എന്നുള്ളതുകൊണ്ട് ആ മതഗ്രന്ഥം മോശാണെന്നില്ല. ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾക്ക്. ഒരു യുദ്ധം നടക്കുമ്പോ എന്ത് മര്യാദയാണ് പാലിക്കേണ്ടതെന്ന് ഒരു ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിൽ ആ ഗ്രന്ഥം അപൂർണല്ലേ? നമ്മൾക്ക് കല്യാണം കഴിക്കണം, ഭാര്യയുമായി എങ്ങനെ പെരുമാറണം, അതാ മതഗ്രന്ഥത്തിൽ ഇല്ലെങ്കിൽ ആ ഗ്രന്ഥം അപൂർണല്ലേ? ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ആ യുദ്ധത്തിലെ മര്യാദ എന്താ? പെണ്ണിനെ കൊല്ലാൻ പറ്റുമോ? ഖുർആൻ പറയണ്ടേ അത്? ആണിനെ കൊല്ലാൻ പറ്റുമോ? ഖുർആൻ പറയണ്ടേ അത്? കുട്ടികളെ കൊല്ലാൻ പറ്റുമോ? പറയണ്ടേ അത്? നിങ്ങൾ പഠിച്ചു വെച്ചോ, 4 വേദങ്ങൾ, ചതുർവേദങ്ങൾ ഇന്ദ്രനെ കുറിച്ച് പറയുന്നിടത്ത് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അവിടെ എന്തിനായിരുന്നു യുദ്ധം?
പഠിച്ചോളൂ. ഞാൻ പറയില്ല, നിങ്ങൾ പഠിച്ചോളൂ. സെന്നോസ് ജൂതന്മാരുടെ ഗ്രന്ഥം യുദ്ധത്തെ പറ്റിയില്ലേ? ഇല്ലേ? സംഖ്യാപുസ്തകത്തിൽ ബൈബിളിൽ യുദ്ധത്തെ പറ്റിയില്ലേ? തോറയിൽ, ക്രൈസ്തവ ലോക സത്യവേദ പുസ്തകം എന്ന് പറയുന്ന തോറയിലില്ലേ? പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടി? അത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറി ഉണ്ട്, പട്ടാളമുണ്ട്, മിലിറ്ററി ഉണ്ട്. ചൈനയോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ ലോകത്തെ ഏത് നാടായാലും, അമേരിക്കയോ ലണ്ടനോ ഫ്രാൻസോ ഇറ്റലിയോ ജർമ്മനിയോ, ഈ രാജ്യത്തിന്റെ അതിർവരം വേർന്ന് യുദ്ധം ചെയ്യാൻ വന്നാൽ അവരോട് എങ്ങനെ യുദ്ധം ചെയ്യണം, ഏത് വരെ ചെയ്യണം, അവരിൽ ആരെ പിടിച്ചു കെട്ടണം എന്ന വിശദീകരണം ഭാരതത്തിൽ ഒരു ഗ്രന്ഥത്തിലും ഭരണഘടനയിലും നിയമത്തിലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ഒരു വേദഗ്രന്ഥത്തിൽ എന്തിന് യുദ്ധത്തെ പറ്റി പറയണം. ഞാൻ നിങ്ങൾക്ക് വളരെ പ്രസക്തമായ 1-2 ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ തെറ്റരുത് എന്നതുകൊണ്ട് വളരെ കൃത്യമായ പരിഭാഷകൾ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം, 18 അധ്യായമുള്ള അതിൽ 1-ാമത്തെ അധ്യായം. ഹേ കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചു നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട്, എന്റെ മറുഭാഗത്തുള്ള കൗരവരെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളർന്നു പോകുന്നു കൃഷ്ണ. എന്റെ തൊണ്ട വരളുന്നു, എന്റെ ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുന്നു, എനിക്കൊരു രോമാഞ്ചമുണ്ടാകുന്നു. അർജുനന്റെ വാക്കുകളാണ്. യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നിട്ട് ശ്രേഷ്ഠതയുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് കൊതിയില്ല. സ്വജനങ്ങളെ കൊന്നിട്ട് കിട്ടുന്ന വിജയമോ രാജ്യമോ സുഖസൗകര്യങ്ങളോ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൃഷ്ണ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, രാജ്യസുഖത്തിലുള്ള അത്യാഗ്രഹം മൂലം സ്വജനത്തെ കൊല്ലാൻ ഒരുമ്പെട്ടുവല്ലോ. ആയുധമെടുക്കാതെയും എതിർക്കാതെയും നിൽക്കുന്ന എന്നെ ആയുധപാണികളായ കൗരവർ കൊല്ലട്ടെ, അതെനിക്ക് കൂടുതൽ ക്ഷേമമായിരിക്കും. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം 28 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, മഹാന്മാരായ ഗുരുജനങ്ങളെ കൊല്ലുന്നതിനേക്കാളും ലോകത്ത് ഭിക്ഷയെടുത്ത് കഴിയേണ്ടി വന്നാലും അതാണ് ശ്രേയസ്കരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അർജുനൻ പറയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോ, ഈ സംഗതി പറഞ്ഞപ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാചകം എന്താ? ഞാൻ യുദ്ധം ചെയ്യില്ല, എനിക്കതിന്റെ പേരിൽ അധികാരം വേണ്ട, എനിക്കതിന്റെ പേരിൽ സ്വത്ത് വേണ്ട, യുദ്ധം ചെയ്ത് കിട്ടുന്ന സുഖസൗകര്യങ്ങൾ വേണ്ട, ഒന്നും എനിക്ക് വേണ്ട, ഞാനവരെ കൊല്ലാനത് ഭിക്ഷയെടുത്ത് ജീവിച്ചു കൊള്ളാൻ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞ വാചകം എന്താ വാചകം? ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ ഭോക്ഷ്യസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം. എന്താ ഇതിനർത്ഥം? അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗം കിട്ടും. ഇത് ധർമാധർമ്മ യുദ്ധമാണ്, ന്യായാന്യായ യുദ്ധമാണ്. ഇനി ഈ യുദ്ധത്തിൽ ജയിച്ചാലോ രാജ്യം അനുഭവിക്കുകയും ചെയ്യാം. അപ്പൊ യുദ്ധമുണ്ടോ? വേദത്തിൽ ഉണ്ട്.